സോറി. എവിടെ നോക്കിയോടെ വരുന്നത്? ഒന്ന് കോളിംഗ് ബെൽ അടിച്ചൂടെ? രാവിലെ 2 റം അടിച്ചാ പിന്നെ കോളിംഗ് ബെൽ അടിക്കാൻ തോന്നൂല. മുതലാളി എവിടെ? അകത്ത്. ദൈവമേ, മുതലാളി അകത്തായ? എപ്പോ? എടോ അകത്തെന്ന് പറഞ്ഞാ മുറിയിലുണ്ടെന്ന്. ആ, ഞാൻ വിചാരിച്ചു മുതലാളി ആ പിള്ളേർക്കൊപ്പം അന്തറിലായിന്ന്. ഒന്ന് ഒതുങ്ങിന്നേ. എക്സ്ക്യൂസ് മീ സാർ. അങ്ങനെയാണെങ്കിൽ മുതലാളി, സംഗതി ഇപ്പൊ പ്രശ്നമായേനെ. എന്താ? നമ്മ മഹാരാജ ടാക്കീസിൽ ബഹളം ഉണ്ടാക്കാനായിട്ട് കുപ്പിയും കാശും കൊടുത്തു വിട്ടില്ലേ? ആ കരടി അജയനെ കൂട്ടരെ അവരെ പോലീസ് പൊക്കിന്ന്. നിർത്തടാ. ആർക്ക് വിട്ടോ? ബാക്കി കാര്യം നമുക്ക് നാളെ ഡിസ്കസ്. ഓക്കെ. ആരെങ്കിലും നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം വിളിച്ചു പോകുന്നത്. അയാൾ എന്ത് വിചാരിച്ചു കാണും? ഞാൻ പോയി ചോദിച്ചിട്ട് വരട്ടെ അയാളെന്ത് വിചാരിച്ചാണോ? മണ്ടൻ. ഞാനാ മണ്ടനാ? ഭാഗ്യത്തിന് മുതലാളിയുടെ പേര് അവർ എസ്ഐയോട് പറഞ്ഞില്ല. രക്ഷപ്പെട്ടു. നല്ല ഗുരുത്വമുള്ള പിള്ളേരാ. അപ്പൊ എന്നെ സമ്മതിച്ചാ? ഇങ്ങനെ നീ വേഗം ഒരു കാര്യം ചെയ്യ. നമ്മുടെ വക്കീലിനെ വിളിച്ച് പിള്ളേരെ ഇറക്കാൻ വേണ്ടി ഏർപ്പാടൊക്കെ ചെയ്യ. അല്ല മുതലാളി, ആ വിമലക്കെട്ടൊരു വേല വെക്കാൻ ഇത്രയും നാളായിട്ട് കാശും ആളെ ഇറക്കിയിട്ട് ഒന്നും അവിടെ ഏക്കണില്ലല്ല. നീ കണ്ടോ? അവസാനത്തെ ബോംബ് പൊട്ടുന്നവരെ ഞാൻ കളിക്കും. എന്നാ പിന്നെ അവസാനത്തെ ബോംബ് ആദ്യം പൊട്ടിച്ചൂടി? അതൊക്കെ ഞാൻ പൊട്ടിച്ചോളാം. അവിടെ ഷോ തുടങ്ങാൻ സമയമായി. നീ ചെല്ല്. ഓ, നേരെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് അവിടെ ചിലതൊക്കെ സംഭവിക്കും. ആ മുതലാളി, കടയിൽ സാധനങ്ങളൊക്കെ തീർന്നുപോയി. ആ കേശവന്റെ കടയിൽ നിന്ന് മേടിച്ചോടാ. കേശവന്റെ കട എന്നാലും കാശായിട്ട് തരില്ല. വിമലേച്ചി, ചേച്ചി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കണോ? പിന്നെ മണി 3 കഴിഞ്ഞില്ലേ? ആ കറക്കണ കുന്ത്രാണ്ട് എനിക്കൊന്ന് പഠിപ്പിച്ചിടാൻ പറഞ്ഞപ്പോ ചേച്ചി കേട്ടില്ലല്ലോ. അതിനാ സ്വാമിനാഥൻ സമ്മതിക്കണ്ടേ? എന്നാ സ്വാമിനാഥൻ പണി പറ്റിച്ചു. ഷോ, അവൻ ഇനിയും വന്നില്ലേ? എന്റെ ദൈവമേ. ഷോ, ഇന്നാണെങ്കിൽ നല്ല കളക്ഷൻ കിട്ടുന്ന ദിവസമാ. എന്തുറപ്പിലാ ടിക്കറ്റ് കൊടുക്കുന്നേ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുവാ നാട്ടുകാര് നമ്മുടെ മെക്കിട്ട് കയറാൻ. ഷോ, വായാടി ജാനകി മക്കളും വന്നിട്ടുണ്ട്. വഴക്കിനുള്ളൊരു വഴിയായി. നമ്മൾ എന്ത് ചെയ്യും ഇടമേ? എന്ത് പറ്റി? ഇന്ന് ബാറ്റിന് ഇല്ലേ? സ്വാമിനാഥൻ വന്നിട്ടില്ല അച്ഛനെ. അവൻ പണ്ടേ അങ്ങനെയാ. അവന്റെ ഒക്കെ കയ്യും കാലും തല്ലി ഓടിച്ച് പള്ളേക്കളേണ്ട സമയം കഴിഞ്ഞിരിക്കുക. പുതിയ പടാ. മാറ്റിനെയും കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചതാ. ചേച്ചിയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ അഹങ്കാരി വിട്ടിട്ട് വേറെ ആരെങ്കിലും വെക്കണോന്ന്. അവന്റെ ഭാവം കണ്ടുകഴിഞ്ഞാ അവൻ ഓണറും നമ്മളൊക്കെ അവന്റെ വേലക്കാരാണെന്ന് തോന്നുക. ആ വിചാരമൊക്കെ അവന്റെ മനസ്സിരിക്കത്തേ ഉള്ളൂ. ആ പറഞ്ഞത് ശരിയാ. ഇവിടെ മര്യാദക്ക് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഈ പറഞ്ഞത് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ കാര്യം നടക്കും. ഞാൻ പറയും. എനിക്കെന്താ അവനെ പേടി? എന്നാ ഒട്ടും താമസിക്കണ്ട, ഉടനെ വിളിക്കാം അവന്റെ കുത്രാണ്ടത്തിലേക്ക്. പണ്ടാരക്കാരൻ ഇവൻ എടുക്കുന്നില്ലല്ലോ. ബെല്ലടിക്കുന്നുണ്ട്. ഒന്ന് മാറിക്ക കാരണവരെ ചാകാറായല്ലോ. ഹലോ ഹലോ, എന്താ നീ ഫോൺ എടുക്കാത്ത? ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാ. മതി മതി മതി, 2:30 തുടങ്ങേണ്ടതാ. ഇപ്പൊ മണി 3 കഴിഞ്ഞു. ഇവിടെ 3 മണിയായി. 3 മണിക്കുള്ള ഷോ 3:30 ആയെന്നോർത്തപ്പോ ആകാശമൊന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. സിനിമാ തിയേറ്റർ അല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ. ഈ സിനിമാ താരങ്ങളൊന്നും ഫിലിമിൽ നിന്ന് ഇറങ്ങി ഓടുവൊന്നുമില്ലല്ലോ. ഈ ചേച്ചി പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ, സിനിമാ തിയേറ്റർ അല്ലേന്ന്. പിന്നെ വലിയൊരു നാക്കുള്ളതുകൊണ്ട് ജീവിച്ചു പൊയ്ക്കോളും. എന്ത് പറഞ്ഞു മോളെ? വന്നോണ്ടിരിക്കാന്ന്, ഉടനെ എത്തും. ഓ, സമാധാനായി. ഒരയൽവാസി എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ ഷോ തന്നെ കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസാണ്. കുറെ കാലമായിട്ടുള്ള ശീലല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വരാം. മോളെ, എന്റെ സീറ്റ് ചില സീറ്റ് അറിയാലോ, ഒഴിച്ചങ്ങിട്ടേക്കണേ. അത് ഞാൻ ഏറ്റു. ടിക്കറ്റ് വെക്കാനുള്ള ഏർപ്പാടുണ്ടാക്ക്. ആൾക്കാരൊക്കെ നിൽക്കുക. ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടേ. ഓ, എന്റെ ദൈവമേ, ഒരു ടാക്സി നടത്താൻ പെടുന്ന പാട്. റെക്കോർഡിട്ടല്ല, കാണിച്ചു തരാ. ഈ മഹാരാജ ടാക്സി കയറി പണം കാണേണ്ട വല്ല കാര്യമുണ്ടാ? ഇവിടെ നിന്ന് 4 ദോശയും 2 ഓംലെറ്റും കഴിക്കുന്ന ഈ ആരോഗ്യത്തിന് നല്ലതല്ലേ? അല്ലാതെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് മൂട്ടകടിയും കൊതുകടിയും കൊള്ളേണ്ട വല്ല കാര്യമുണ്ടാ? പോരാത്തനി എലി ശല്യം വേറെ. എലിയുടെ കടി കൊണ്ട് എത്ര പേരെ ഇടങ്ങേറായെന്നറിയാമോ? നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടർമാരുമില്ല, മരുന്നുമില്ല, ഒരു പുണ്ണാക്കുമില്ല. വടിയാകാൻ വേറെ വല്ല മാർഗം വേണ? നമ്മുടെ ഭാരതം പറഞ്ഞാലും കാര്യമില്ലായില്ല. അങ്ങനെ പറ. അതുകൊണ്ട് നാട്ടുകാരായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സമരം ചെയ്തിട്ടാണെങ്കിലും ഈ ടാക്സി പൂട്ടിക്കണം. ചേട്ടാ, 100 രൂപയ്ക്ക് ചേഞ്ച് തരുമോ? എന്തിനാ? ബൈക്ക് പാർക്ക് ചെയ്യാനാ. പടം കാണാൻ വന്നതാണല്ലേ? അതെ. നിങ്ങളെ കണ്ടപ്പോ 6 മാസം മുമ്പ് നടന്നൊരു സംഭവം ഞാൻ ഓർത്തുപോയി. അന്ന് ഇതേപോലെ മാറ്റിനിക്ക് ഇതേ പ്രായത്തിലുള്ള 2 പിള്ളേര് ചില്ലറക്കായി ഇവിടെ വന്നു. മാറ്റിന് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിയേറ്ററിനകത്തുനിന്ന് ഭയങ്കര ഒരു ഒച്ചയും ബഹളം കേട്ടു. ഞാൻ ഓടിച്ചു നോക്കിയപ്പോ
രണ്ട് ശവശരീരങ്ങളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങിപ്പോയ ആ രണ്ട് ചെറുപ്പക്കാരുടെ വിറങ്ങലിച്ച ശവശരീരങ്ങളായിരുന്നു. എന്തുപറ്റി? കടിച്ചു. ആര്? വെമ്പാലമൂർഖൻ. എന്നിട്ട് വിനോദയാത്ര സിനിമ കാണാൻ വന്ന പിള്ളേരെ വിലാപയാത്ര കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി, നിങ്ങളെയൊക്കെ വിഷമുള്ള പമ്പ് ഈ ടാക്കീസിൽ എന്തായാലും ഉണ്ടാവില്ല. എന്നാ പിടിച്ചേ, ചില്ലറയില്ല. പോ ചെല്ല് പോടാ. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞപ്പ വന്നേക്കണം. ഒരു വിധത്തിൽ നിന്നു. വാ വാ, ഇന്ന് ഷോ നടക്കുന്ന എനിക്കൊന്ന് കാണണം. സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങോട്ട് നോക്കടാ ഡാഡി. നീ ആർക്കിട്ടാണ് ശരണം വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്കിട്ടെങ്ങാനും നീ ശരണം വിളിച്ച നിന്റെ മുതലാളിയുടെ കാലും കഴിയുമ്പോ ഞാൻ ഓടത്തുള്ളൂ. എടാ കോർപ്പറേറ്ററെ, ഈ ചന്തയുടെ കൈകൊണ്ട് നിന്നോട് മറുപടി പറയാൻ അറിയാൻ പാടില്ല. നീ പറയടാ. നീ അധികം നാളിവിടെ പണിയെടുക്കില്ല. ഇതിനകത്ത് തൂങ്ങി ചത്തിട്ടാണെങ്കിൽ ഈ ടാക്കീസ് ഞാൻ പൂട്ടിക്കും. ടാക്കീസ് പൂട്ടില്ലടാ, പക്ഷെ നിന്റെ ഈ പേട്ട് തട്ടുകട പൂട്ടും. പോവാടാ. എന്താന്നറിയോ, മാറ്റിന് തുടങ്ങാൻ സമയം. നമുക്ക് ഇന്റർവെല്ല് കാണാടാ. മിക്കവാറും ഇവന്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. പിന്നെ ഇവൻ എങ്ങനെ സിനിമ കറക്കും എനിക്കൊന്ന് കാണണം. ചേട്ടാ കുറച്ച് സാമ്പാർ തരുമോ? 6:55 തുടങ്ങിയതാണല്ലോ സാമ്പാർ വിഴുങ്ങാനായിട്ട്. ദോശ ബാക്കിയിരിക്കില്ലേ, പിന്നെ എങ്ങനെ കഴിക്കുന്നത്? 2 ദോശ മേടിക്കും, 2 ലിറ്റർ സാമ്പാർ. സിനിമ എങ്ങനെയുണ്ട്? ഉഷേ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ആ, രമയുടെ കല്യാണം ഉറച്ചല്ലോ. അടുത്ത ചിങ്ങത്തിലാ. ഓണത്തിന് എല്ലാരെയും കൂട്ടി വരണം. തീർച്ചയായിട്ടും. നല്ല പടാ. ആണോ? ഭഗവാനേ, ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ മരിച്ച എന്റെ അച്ഛന് പരലോകത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അച്ഛാ, ഒരു പഴം ഞാൻ എടുത്തോട്ടെ. ഇരിപ്പ് കണ്ടാ അറിയാൻ സമ്മതിച്ചു. എല്ലാരുടെയും കണ്ണുവെട്ടി തിഞ്ഞ് പോരുന്നോ? സമയം 3:10. ആൾക്കാര് ബഹളം വയ്ക്കുന്ന കേൾക്കുന്നുണ്ടോ? വായുള്ളവര് കൂകും, ചെവിയുള്ളവരത് കേൾക്കും. അതിനെനിക്കെന്താ, ഒച്ചയടയ്ക്കുമ്പോ നിർത്തിക്കോളുന്നേ. പകതിരിവില്ലാത്തവൻ. എടാ, നിന്നോടാ തുടച്ചത് പതിയടാ. നിങ്ങൾക്കറിയാവല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന്. അത് ഇനിയെങ്കിലും വർഷത്തിലൊരിക്കൽ ആക്കിക്കൂടെ? പോരാ. ആയസെത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ. തൂക്കിയിട്ടിരിക്കുന്ന ദാമോദരൻ. അച്ഛാ, ഈ മഹാനായ മനുഷ്യൻ രോഗശയ്യെ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചോളൂ. അതെന്താന്നറിയോ? അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെന്ന്. ഞാൻ സൈക്കിൾ എടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക്. കഷ്ടകാലത്തിനെന്ന് ഗാന്ധിജയന്തിയായി പോയി. ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ ഒരു യുഗപുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ നിറവേറ്റണ്ടേ സിസ്റ്റേഴ്സ്? ആ കടമ ഇപ്പൊ തൽക്കാലം നിറവേറ്റിയില്ലേ സ്വാമിനാഥ? ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ. എന്നാ ഷോ തുടങ്ങാമല്ലോ. പിന്നെന്താ, ഏത് കോപ്പനാണെങ്കിലും ഇന്ന് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണാ കൂവുന്നേ? ഒറ്റയരത്തിനും കൂവാൻ അറിയില്ല. അതേ ചേച്ചി, 2 പോയോ? പടം തെളിഞ്ഞ്